ഇന്ന് ദുആക്ക് ഇജാബത്തുള്ള രാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് എങ്ങനെ ദുആ ചെയ്താലും അള്ളാഹു തആല സ്വീകരിക്കും. പക്ഷേ ഒരു മൂന്ന് കാര്യം രഹസ്യമായിട്ട് നമുക്ക് ചെയ്തിട്ട് ദുആ ചെയ്യാൻ പറ്റിയാൽ അള്ളാഹു തആല ഒരു കണ്ടീഷനും വെക്കൂല, വേഗത്തിൽ ആ ദുആ കബൂലാക്കും. എന്ത് ചോദിച്ചാലും തരും. ജീവിതത്തിൽ നമ്മളും അള്ളാഹും മാത്രം അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യമുണ്ട്. അതായത് രഹസ്യം ആരും അറിയേണ്ടത്. ഇനി അഥവാ ആരെങ്കിലും അറിഞ്ഞുപോയെന്ന് വെച്ച് ഇപ്പോൾ വലിയ തലപോകുന്ന കാര്യമൊന്നുമല്ല. എന്നാലും നമ്മളും അള്ളാഹും മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യം വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ ആളുകൾ കണ്ടേക്കാം, അല്ലെ? ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരും കണ്ടേക്കാം. അതൊക്കെ ഇപ്പൊ ഇസ്ലാമിന്റെ മൊത്തത്തിലെ അമലുകൾ എല്ലാവരും കാണുന്ന അമലുകളാണ്. എന്നാൽ രഹസ്യമായി അള്ളാഹും നമ്മൾ മാത്രം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. ചെയ്താൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഏതൊക്കെയാണ് രഹസ്യമായി ചെയ്യേണ്ട ആ കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പടച്ചവൻ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ എല്ലാ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ടല്ലോ, ഒരു 5 ദുആ നമ്മൾ പതിവാക്കണമെന്ന്. അതൊന്ന് ഓടിച്ചു പറയട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. രണ്ടാമത്തേത് നമ്മുടെ ദുനിയാവും ആഖിറവും ഒക്കെ വിജയിക്കാൻ വേണ്ടിയുള്ള ദുആ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മൂന്നാമത്തേത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, അല്ലേ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അതുപോലെ തന്നെ നാലാമത്തെ നമ്മുടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും വേണ്ടിയുള്ള ദുആ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അഞ്ചാമത്തേത് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ 5 ദുആ ഇൻഷാ അല്ലാഹ് മറന്നു പോകരുത്. നിങ്ങളുടെ എപ്പോഴുള്ള ദുആയിലും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെയായി നമ്മൾ ചെയ്യുന്ന ദുആയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോകണ്ട. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ പറയുന്നത്, അതായത് ഒരു 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ചെയ്യുന്ന അമലുകളൊക്കെ രഹസ്യമായിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ ആളുകൾക്കിടയിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ലോകമാന്യത, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് എല്ലാവരും അറിയട്ടെ, അങ്ങനെ ഒരു തോന്നലുണ്ടാകും. പക്ഷെ നമ്മുടെ ഇസ്ലാമിന്റെ മൊത്തത്തിലെ അമലുകൾ എടുത്തു നോക്കിയാൽ അത് കൂട്ടമായിട്ട് ചെയ്യുന്ന അമലുകളാണ്, അല്ലെ? ഇപ്പോൾ സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ സക്കാത്തൊക്കെ പരസ്യമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ്. കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാകും നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കാത്തവരാണെന്ന്. മാത്രമല്ല സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് കണ്ടിട്ട് ബാക്കിയുള്ളവരും സക്കാത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ പരസ്യമായി തന്നെ കൊടുക്കണം. പിന്നെ നമ്മൾ ഹജ്ജ് ഉംറ അതൊക്കെ നമ്മൾ പരസ്യമായി തന്നെ എല്ലാവരും കാണും നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെ? അത് അങ്ങനെ തന്നെ ചെയ്യണം. അതുപോലെ നിസ്കാരമൊക്കെ നമ്മളിപ്പോൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ പരസ്യമായി ചെയ്യുന്ന അമലുകളാണ് ഭൂരിഭാഗം. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ നമ്മളും അള്ളാഹും തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. അള്ളാഹും നമ്മളും തമ്മിൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില അമലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പോ നാളത്തെ മഗ്‌രിബിന് മുമ്പോ നമ്മൾക്ക് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ചില അമലുകളാണ്. നമ്മൾ രഹസ്യമായി ചെയ്തിരിക്കണം. ചെയ്താൽ വളരെ പുണ്യമാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് ഒരു സൂറത്ത്. ഈ സൂറത്ത് 1,00,000 പ്രാവശ്യം ജീവിതത്തിൽ, അതിപ്പോ ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ ഓതി തീർക്കാൻ പറ്റൂല. ചിലപ്പോൾ ഇത് ഒരു 3 മാസമോ 4 മാസമോ 5 6 ചിലപ്പോൾ 1 വർഷം കൊണ്ടായിരിക്കും തീരുക. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ നിയ്യത്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പടച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, ഈ സൂറത്ത് ഞാൻ 1,00,000 പ്രാവശ്യം ഞാൻ ഓതി തീർക്കും എന്ന് അങ്ങനെ ഓതിയ ഒരുപാട് പേരുണ്ടാകും. എൻ്റെ ഈ കൂട്ടത്തിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉപ്പമാരൊക്കെ ഉണ്ട്. പലരും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ടാകും. ഇവിടെ മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾക്ക് ഓതി തീർക്കാൻ പറ്റിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ
സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ അങ്ങനെയല്ല, നേരിട്ട് ഡയറക്റ്റ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ സൂറത്തിലെന്നാണ്. ഈ സൂറത്ത് ഒരു മനുഷ്യൻ, ഇപ്പോൾ ഒരു സ്വഹാബി വന്ന് പരാതി പറഞ്ഞ ഒരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു. എന്താ പരാതി? നബിയെ, ഇയാള് എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ആണ് നിസ്കാരത്തിൽ ഓതുക. പലപ്പോഴും ഞങ്ങൾ ഇയാളെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഇയാളെ നിസ്കാരത്തിലൊക്കെ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും നബിയെ. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു സൂറത്താ ഓതുന്നത്, വേറെ സൂറത്തൊന്നും ഓതൂല. ഒരു പരാതി പോലെ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ആ സ്വഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താപ്പാ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ നിസ്കാരത്തിൽ ഓതുന്നത്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് ഈ സൂറത്തുൽ ഇഖ്ലാസിനോട് ഒരു വല്ലാത്തൊരു മുഹബ്ബത്താണ്, സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നീ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടാൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും. ആരെങ്കിലും ഒരാളെ സൂറത്തുൽ ഇഖ്ലാസ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അയാളെ സ്വർഗവും ഇഷ്ടപ്പെടുമെന്നാണ്, അയാൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ്. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ്. വേറെ ഒരു ചർച്ചയും ആ സൂറത്തിലില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുൽ അബ്തർ. ഇത് ഖുർആനിലെ ഏറ്റവും കുഞ്ഞു സൂറത്താണ്, സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ 3 ആയത്തേ ഉള്ളൂ, ഒറ്റ വരി 3 ആയത്ത്. ഈ സൂറത്തിൽ തന്നെ അല്ലാഹു തആല എത്രയോ വിഷയങ്ങളാണെന്നറിയോ, എത്രയോ വിഷയങ്ങൾ. നിസ്കാരത്തിന്റെ കാര്യം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. കുഞ്ഞു സൂറത്തിൽ ഒരു ഒറ്റ ആയത്തിൽ 3 ആയത്തേ ഉള്ളൂ, പക്ഷെ ആ 3 ആയത്തിലും അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ എല്ലാ ആയത്തിലും അള്ളാനെ പറ്റി മാത്രം പറയുന്ന ആയത്താണ്. അപ്പോൾ സൂറത്തു തൗഹീദ് എന്ന് പോലും ഇതിന് പേരുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. മാത്രമല്ല ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിൽ കരുതുക, ഞാൻ എൻ്റെ മരണത്തിന് മുമ്പ്, മരണം എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല, പക്ഷെ നിയത്തിയായല്ലോ, നിയത്ത് മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അതെങ്ങനെ ഓതണം? രഹസ്യമായിട്ട് ഓതണം. എല്ലാവരും പറഞ്ഞിട്ട് അതേ ഭാര്യയോട് പറയുന്നു, ഭർത്താവിനോട് പറയുന്നു, മക്കളോട് പറയും, ആരെങ്കിലും അറിയും പറഞ്ഞോട്ടെ, അതല്ലാതെ നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ട. ഇതാണ് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാകണം. നമ്മളും പടച്ചോനും മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാവരും കാണുന്നു, നോമ്പുടിക്കുമ്പോൾ എല്ലാവരും കാണുന്നു, അല്ലെ, ഹജ്ജ് ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്നു, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അള്ളാഹുമായിട്ട് ചില കാര്യങ്ങൾ അത് ഡയറക്റ്റായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും അള്ളാഹും തമ്മിൽ മാത്രം അറിയണം. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ പാരായണം. അതിപ്പോ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ നാളത്തെ മഗ്‌രിബിന് മുമ്പ് തീർക്കാൻ പറ്റൂല, 1,00,000 പ്രാവശ്യം ഓതി തീർക്കാൻ പറ്റൂല നമുക്ക് ഒറ്റക്ക് സ്വന്തമായിട്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് തൊട്ടേ തുടങ്ങുക, ഇന്ന് തൊട്ടേ തുടങ്ങി വെക്കുക. ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവിലെ ഒന്ന് തുടങ്ങി വെച്ചേക്കുക. ഇൻഷാ അല്ലാഹ് ഈ നമ്മൾ റമളാൻ വരുന്നതിന് മുമ്പ് 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. ഇപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ എത്ര പ്രയാസമാണോ? നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഓതാം. നമുക്ക് നോക്കിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലേ, എത്ര സെക്കൻഡുകൾ മതി, 10 സെക്കൻഡ് പോലും വേണ്ട ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ. അപ്പൊ നമുക്ക് സ്ഥിരമായി നമ്മൾ ഓതുമ്പോൾ നമുക്ക് സ്പീഡിൽ ഓതാം. അപ്പൊ അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീർക്കുക. 1,00,000. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഓതി എന്താ നേട്ടം എന്നറിയോ? അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും നമുക്കുണ്ടാകുമെന്നാണ്. പ്രശ്നങ്ങൾ തീരും, ഈമാൻ വർദ്ധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഈമാൻ നമുക്ക് വർദ്ധിക്കും, ജീവിതത്തിൽ ഖൈറും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്. നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ മഗ്‌രിബ് മുമ്പ് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഈ കാര്യം. എന്താ? ഒരാൾക്ക് രഹസ്യമായിട്ട് സ്വതക്ക കൊടുക്കുക. ആരും അറിയണ്ട, നമ്മളും അയാളും പടച്ചോനും ഒരു 3 ആളുകൾ അറിഞ്ഞാൽ മതി. രഹസ്യമായിട്ടൊരു സ്വതക്ക, ഒരാളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു പൈസ അയച്ചു കൊടുക്കുക. അതെന്താ, ഗൂഗിൾ പേ പൈസ അയക്കണ്ട, നമുക്ക് നേരിട്ട് കൊടുക്കാലോ. നേരിട്ട് പോയിട്ട് ആരും കാണാതെ ഒരു കൈ കൊടുക്കുന്ന രൂപത്തിൽ. ഇപ്പൊ എത്രയോ ആളുകൾ അങ്ങനെ സ്വതക്ക കൊടുക്കാറുണ്ടെന്നറിയോ? കയ്യിൽ പൈസ വെക്കും, എന്നിട്ടോ നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൈസ ഇങ്ങനെ കയ്യിലേക്ക് തരും. എന്നിട്ട് ആരും അറിയണ്ട, ബിസ്മില്ലാ അങ്ങനെ തരും. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണിട്ട് എന്നാ പിടിച്ചോ ഉസ്താദെ എന്നാ പൈസ, അങ്ങനെ കൈ നീട്ടി ഇങ്ങനെ എല്ലാവരും കാണുക കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ കൊടുത്താൽ കൊടുത്തതായിട്ട് നമുക്ക് കിട്ടും, പക്ഷെ കൂലി കിട്ടൂല. കാരണം അവന്റെ മനസ്സിൽ എല്ലാവരും അറിയണമെന്നാണ്. സ്വതക്ക കൊടുക്കുമ്പോൾ എപ്പോഴും രഹസ്യമായിട്ട് കൊടുക്കണമെന്നാണ്. സ്വതക്ക അള്ളാഹ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ് വസിലത്തുർ റഹം തസീദു ഫിൽ ഉംർ. നബി തങ്ങളുടെ ഹദീസിൽ പെട്ടതാണ്,
സ്വതക്ക, രഹസ്യമായിട്ട് കൊടുക്കുന്ന സ്വതക്ക അതെന്താണ്? അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കുമെന്നാണ്. പടച്ചവന് നമ്മളോട് ഇഷ്ടമുണ്ടാകും. ഒരിക്കലും അള്ളാഹു നമ്മളോട് ദേഷ്യം കാണിക്കൂല, കോപിക്കൂല. നമുക്ക് എപ്പോഴും നമ്മളോട് അള്ളാഹുവിനക്ക് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുമെന്നാണ്. അപ്പൊ ആരും അറിയാതെ, ആരോടും പറയാതെ ആർക്കെങ്കിലുമൊക്കെ ഒരു സ്വതക്ക കൊടുക്കുക. അത് രഹസ്യമായിട്ട് ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയാൽ, നാളത്തെ ദിവസം ചെയ്യാൻ പറ്റിയാൽ വളരെ നന്മയാണ്. അപ്പോൾ വീട്ടിലൊക്കെ സഹായത്തിനായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആപത്തിനെ തടയും, അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കും, നരകമോചനം ഉണ്ടാകും, സമ്പത്തിൽ വർധനമുണ്ടാകും. നമ്മൾ കൊടുക്കുന്നൊരു 10 രൂപ ഒരിക്കലും കുറഞ്ഞു പോവില്ല, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആരും അറിയാതെ ചെയ്യേണ്ട കാര്യം സൂറത്ത് ഇഖ്ലാസ് അത് 1,00,000 പ്രാവശ്യം ഓതി തീർക്കുക. നമ്മളിപ്പോൾ ഓതി തുടങ്ങുക, അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ കുഴപ്പമില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സിൽ 1,00,000 പ്രാവശ്യം മോദനം എന്നുള്ള നിയ്യത്ത് ഉള്ളിടത്തോളം കാലം നമുക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? സ്വതക്ക കൂടെ, രഹസ്യമായിട്ട് സ്വതക്ക കൊടുക്കുക, ആരും അറിയണ്ട. മൂന്നാമത്തെ കാര്യം ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 70,000 പ്രാവശ്യം ഓതി തീർക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 70,000 പ്രാവശ്യം ഓതി തീർക്കാൻ പറ്റുക. അങ്ങനെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഖബറിന്റെ അദാബ് അവനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. സ്വർഗം അവനിക്ക് ഡയറക്റ്റ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോവാം, നരകമോചനം കിട്ടും, ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ്. ദിക്ർ ചെയ്യുക. ഈ ദിക്റുകളിൽ ഒരുപാട് ദിക്റുണ്ടല്ലോ. ദിക്റുകളുടെ തല തൊട്ടപ്പനാണ്, രാജാവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അതുകൊണ്ട് അതിപ്പോ ഏത് സമയത്തും ചൊല്ലാം. ഏത് സമയത്തും. അപ്പോൾ അതിപ്പോ നിസ്കാരമില്ലാത്തപ്പോഴും വുളു ഇല്ലാത്തപ്പോഴും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എപ്പോഴും വേണമെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റും. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ചൊല്ലാം. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ രണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അങ്ങനെ ചേർത്ത് ചൊല്ലാം. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയും ചൊല്ലാം. അപ്പൊ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ആരും അറിയണ്ട, ചുമ്മാ അങ്ങോട്ട് ചൊല്ലിക്കോ. ആ കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടർ ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചിട്ട് നമുക്ക് ചൊല്ലാം. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെ ദിക്റുകൾ. ഇപ്പൊ നമ്മൾ 3 കാര്യം രഹസ്യമായി നമ്മളും അല്ലാഹും മാത്രം അറിഞ്ഞാൽ മതി. അതിൽ പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അത് സൂറത്ത് 1,00,000. അതുപോലെ തന്നെ ആരും അറിയാതെ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കുക. മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 70,000 പ്രാവശ്യം. അപ്പൊ 3 കാര്യം നമ്മൾ പറഞ്ഞു. ഈ 3 കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഭൂരിഭാഗം ഒരുപക്ഷെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഉസ്താദെ നിങ്ങൾ 3 കാര്യം പറഞ്ഞു. ഈ 1,00,000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അത് സൂറത്ത്, അല്ലെങ്കിൽ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ? ഒരല്പം എന്താണ് ഇത്? ഞങ്ങൾ ഓതി തുടങ്ങി ഞങ്ങൾക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു കടമായിട്ട് കിടക്കൂലേ? ഒരിക്കലുമില്ല. കാരണം ഇത് ഒന്നാമത്തേത് നമ്മളും അള്ളാഹും മാത്രം ഉള്ള ഒരു ഇടപാടാണിത്. വേറെ മനുഷ്യന്മാരോടുള്ള ഇടപാടല്ല. ഇത് അള്ളാഹും നമ്മളും തമ്മിൽ മാത്രമുള്ള ഇടപാടാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു 1000 പക്ഷെ നമുക്കൊരു രോഗം വന്നു, നമുക്ക് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ? ഇത് അള്ളാഹും നമ്മളും തമ്മിലുള്ള ഇടപാടാണ്. കാരണം ഇത് ചൊല്ലാനുള്ള കഴിവും ആരാ തരുന്നത്? അള്ളാഹുവാണ്. ഇനിയിപ്പോ ഇതെങ്ങനെ കൗണ്ട് ചെയ്യും? ഇപ്പൊ നമുക്കിപ്പോ ചെല്ലുന്ന സമയത്ത് നമ്മളിപ്പോ ചിലപ്പോ കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി, ഒരു കുഴപ്പമില്ല. നമ്മൾ പറ്റുന്ന രൂപത്തിൽ ഇത് കൃത്യമായ ഒരു കണക്കൊക്കെ എഴുതി വെച്ചോ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയൊക്കെ നമ്മൾ ചൊല്ലുക. ഇനി അഥവാ കൂടിപ്പോയാൽ ഒരു പ്രശ്നവുമില്ല. കുറഞ്ഞു പോയാൽ, കുറഞ്ഞു എന്ന് തോന്നിയാൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി കുറച്ചുകൂടി ചൊല്ലുക, അത്രേ ഉള്ളൂ. ഇതിപ്പോ ചൊല്ലൽ നിർബന്ധമാണ്, അങ്ങനെയൊന്നുമില്ല. നിസ്കാരം പോലെ എന്തായാലും ചൊല്ലു തീർത്തില്ലെങ്കിൽ നരകത്തെ കിടക്കുക, അങ്ങനെയൊന്നുമില്ല. നിസ്കാരം നമ്മൾ നിർബന്ധമായ കാര്യങ്ങളാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. ഇതൊക്കെ അതിന്റെ പുറകിലുള്ളതാണ്. ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്, ചെയ്താൽ ഇത് ഭാഗ്യമാണ്. അപ്പൊ ഇത് ഉസ്താദ് പറഞ്ഞു ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു നമ്മൾ എന്ത് കാര്യം ഒരു ക്ലേശകരമായിട്ട് എടുക്കരുത്, സിമ്പിളായിട്ട് എടുക്കുക. അള്ളാഹ് എന്ന് പറഞ്ഞാൽ സിമ്പിളനാണ്. പഠിച്ചോണ്ട് എന്താ എല്ലാം അള്ളാഹു താല പറഞ്ഞില്ലേ, നിങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകൽ എല്ലാ ദിവസവും നോമ്പ് പിടിക്കണം അങ്ങനെ പറഞ്ഞോ? ഇല്ല. അല്ലെ? ഇപ്പോൾ റമദാനിൽ നോമ്പ് വന്നു, അല്ലെ? 30 നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. രോഗിയാണോ? പിടിക്കണ്ടടോ, പിന്നീട് പിടിച്ചു വിട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് പിന്നീടും പിടിച്ചു വിട്ടാൻ പറ്റില്ല, വേണ്ട. അരി പാവപ്പെട്ട ആൾക്കാർ വെച്ച് അരി കൊടുക്കാവോ? അരി കൊടുത്താൽ മതി. ഇനി അരി കൊടുക്കാനും പൈസ ഇല്ല, വേണ്ട.
അള്ളാഹു താല പുറത്തു തരും. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരു സിംപ്ലിറ്റി അള്ളാഹു താല വെച്ചിട്ടുണ്ട്. നിസ്കരിക്കും, സിംപ്ലിസിറ്റി അള്ളാഹു താല വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും അള്ളാഹു താല ഒരു സിംപ്ലിസിറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോ നിന്ന് നിസ്കരിക്കണം, അത് നിസ്കാരത്തിന് എന്താ ഫർളാണ്. നിസ്കരിക്കാൻ പറ്റുന്നില്ല, കാലിന് വേദന, ഇരുന്ന് നിസ്കരിക്കാടോ. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് നിസ്കരിക്കാം. കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, എന്താ കണ്ണുകൊണ്ട് നിസ്കാരത്തിന്റെ ആംഗ്യം കൈ കെട്ടുക, റുക്കുവ അങ്ങനെ കാണിക്കാം. ഇനി അതൊന്നും പറ്റുന്നില്ല, മനസ്സ് ചുമ നിസ്കാരം ഓർത്താൽ മതി. അപ്പൊ അള്ളാഹു താല എല്ലാം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയാൽ നല്ല ഖൈറാണ്. നിർബന്ധമായ കാര്യമല്ല, ചെയ്താൽ വലിയ ഖൈറാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചെയ്തു നോക്ക്. ഒരുപാട് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. അള്ളാഹു താല അങ്ങനെ ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദ് ദ്വാരക്കണം, ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കമന്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.